أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറ ബഖറയിലെ 31-ാമത്തെ വചനമാണ് നാം ഇപ്പോൾ ശ്രവിച്ചത്. ഇതിൻ്റെ വിശദീകരണത്തിൻ്റെ തുടർച്ചയിൽ ഹദ്റത്ത് മുസ്ലിഹ് മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആദം നബിക്ക് മുമ്പും മനുഷ്യരുണ്ടായിരുന്നുവോ? ഇതിനെ സംബന്ധിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്നത്, മനുഷ്യൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന മുഹിയുദ്ദീൻ ഇബ്നു അറബിയുടെ ഒരു വെളിപാട് അദ്ദേഹത്തിൻ്റെ ഫുതുഹാത്തുൽ മക്കിയ എന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നു. ഞാനൊരു സ്വപ്നത്തിൽ കണ്ടു, ഞാൻ കഅബയെ ത്വവാഫ് ചെയ്യുകയായിരുന്നു. അപ്പോൾ മറ്റു ചില ആളുകളും ത്വവാഫ് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ ഈ കവിത ചൊല്ലുന്നുണ്ടായിരുന്നു: ലഖദ് തുഫ്ന കമാ തുഫ്തും സിനീന ദൽ ബൈത്തി തുറൻ അജ്മഈന. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: നിങ്ങൾ ഈ ഭവനത്തെ വർഷങ്ങളോളം ത്വവാഫ് ചെയ്തതുപോലെ ഞങ്ങളെല്ലാവരും ഈ ഭവനത്തെ ത്വവാഫ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാൻ അവരിൽ ഒരാളുമായി സംസാരിച്ചു. അയാൾ മറുപടിയായി പറഞ്ഞു, എന്നെ നിനക്കറിയില്ലേ? ഞാൻ നിന്റെ ആദ്യകാല പൂർവികരിൽ ഒരാളാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എത്ര കാലമായിട്ട് ജീവിച്ചിരിക്കുന്നു? അയാൾ അതിനു മറുപടി പറഞ്ഞു, 40,000 വർഷത്തിലധികം. അദ്ദേഹം പറയുന്നു, അപ്പോൾ ഞാൻ പറഞ്ഞു, ആദമിന് ഇത്രയും കാലം കഴിഞ്ഞിട്ടില്ലല്ലോ. അതിനു മറുപടിയായി ആ വ്യക്തി ചോദിച്ചു, ഏത് ആദമിനെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങളോട് ഏറ്റവും അടുത്ത ആദമിനെക്കുറിച്ചോ അതോ മറ്റാരെയെങ്കിലും കുറിച്ചോ? ഈ മറുപടി കേട്ടപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അള്ളാഹു 1,00,000 ആദമിനെ സൃഷ്ടിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, എന്നോട് ബന്ധം സ്ഥാപിച്ച ആ മഹാനായ ആദം അവരിൽ ഒരാളായിരിക്കും. ഈ വെളിപാടിൽ നിന്ന് മനസ്സിലാകുന്നത്, ഈ കാലഘട്ടത്തിലെ ആളുകൾ ബന്ധപ്പെട്ടിരിക്കുന്ന ആദമിൻ്റെ അവതാരം ആദ്യത്തെ ആദമല്ല, മറിച്ച് അവസാനത്തെ ആദമാണ്. കൂടാതെ ആദം എന്ന വാക്ക് ചിലപ്പോൾ ഒരു വിശേഷണമായി ഉപയോഗിക്കുന്നുണ്ട്, അതായത് മഹാനായ പൂർവികൻ എന്ന അർത്ഥത്തിൽ. ആദ്യാവതാരം എന്ന് പറയുമ്പോൾ അത് വെളിപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ആദ്യത്തെ ആദം ആയിരിക്കണമെന്നില്ല. ഈ വെളിപാടിൽ നിന്ന് ഇതുകൂടി മനസ്സിലാക്കാം: മനുഷ്യവർഗം വളരെ കാലം മുമ്പ് തന്നെ നിലവിലുണ്ടായിരുന്നു. ലോകത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ഹദീസുകളിൽ പറയുന്ന 7000 വർഷത്തെ കാലയളവ് അവസാനത്തെ ആദമിൻ്റെ കാലഘട്ടത്തെ മാത്രമാണ് സൂചിപ്പിക്കുന്നത്, അല്ലാതെ മൊത്തം മനുഷ്യവർഗത്തിൻ്റെ കാലഘട്ടത്തെയല്ല. ചുരുക്കത്തിൽ, മനുഷ്യവർഗം ഒരു ആദമിൽ നിന്ന് മാത്രമല്ല ഉണ്ടായിരിക്കുന്നത്, മറിച്ച് നിരവധി ആദാമുകൾ മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട്. ഖുർആനിൽ പരാമർശിക്കുന്ന ആദം ആ ആദമുകളിൽ ഒരാൾ മാത്രമാണ്, അല്ലാതെ ഏക വ്യക്തിയല്ല. തുടർന്ന് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു മനുഷ്യനെ ഒരു ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചതിൻ്റെ അർത്ഥത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, ആദമിന് മുമ്പും മനുഷ്യവർഗം നിലവിലുണ്ടായിരുന്നുവെങ്കിൽ, അവരുടെ ബീജത്തിൽ നിന്ന് ഉത്ഭവം നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ, പിന്നെ എന്തുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് നിങ്ങളെ ഒരു ഇണയിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന്? ഹദീസുകളിൽ എന്തുകൊണ്ടാണ് സ്ത്രീയെ പുരുഷന്റെ വാരിയലിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്? ഇതിന് മറുപടിയായിക്കൊണ്ട് പറയുന്നു, ഖുർആനിൽ ഈ കാര്യം സൂറത്തുൻ നിസായിലെ 2-ാം സൂക്തത്തിലും സൂറ അഅറാഫിലെ 190-ാമത്തെ സൂക്തത്തിലും സൂറത്തു സുമറിലെ 39-ാമത്തെ വചനത്തിലും വിവരിക്കുന്നുണ്ട്. സൂറത്തു നിസായിൽ പറയുന്നത് ഖലഖ മിൻഹാ സൗജഹ, അവനിൽ നിന്ന് അവളുടെ ഇണയെ സൃഷ്ടിച്ചു. സൂറ അഅറാഫിൽ ജഅല മിൻഹാ സൗജഹ, അവനിൽ നിന്ന് അവളുടെ ഇണയെ ഉണ്ടാക്കി.
സൂറത്തു സുമറിൽ സുമ്മ ജഅല മിൻഹാ സൗജഹ, പിന്നീട് അവനിൽ നിന്ന് അവളുടെ ഇണയെ ഉണ്ടാക്കി. ഈ 3 പരാമർശങ്ങളിലും ആദമിനെക്കുറിച്ച് എവിടെയും പറയുന്നില്ല നിങ്ങളെ ഒരു ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് അതിൽ നിന്ന് അതിൻ്റെ ഇണയെ ഉണ്ടാക്കി എന്ന് മാത്രമാണ് പറയുന്നത്. ഈ 3 സൂക്തങ്ങളിൽ ഒരേ അർത്ഥമുള്ളവയിൽ സൂറ അഅറാഫിലെ സൂക്തത്തിലാണ് കൂടുതൽ വ്യക്തതയുള്ളത്. അവിടെ അള്ളാഹു പറയുന്നത് ഹുവല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ ഫലമ്മാ തഗശ്ശാഹാ ഹമലത് ഹമലൻ ഖഫീഫൻ ഫമറത് ബിഹി ഫലമ്മാ അസ്ഖലത് ദഅവല്ലാഹ റബ്ബഹുമാ ലഇൻ ആതൈതനാ സ്വാലിഹൻ ലനകൂനന്ന മിനശ് ശാകിരീൻ. അടുത്ത ആയത്തിൽ പറയുന്നു ഫലമ്മാ ആതാഹുമാ സ്വാലിഹൻ ജഅല ലഹു ശുറകാഅ ഫീമാ ആതാഹുമാ ഫതഅലല്ലാഹു അമ്മാ യുശ്രികൂൻ. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഒരേയൊരു ജീവനിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവനത്രേ അവൻ. അതിൽ നിന്ന് അവൻ അതിൻ്റെ ഇണയെ ഉണ്ടാക്കി, അവൻ അവളോടൊപ്പം ആശ്വാസം കൊള്ളുന്നതിനു വേണ്ടി. അങ്ങനെ അവൻ അവളെ ആവരണം ചെയ്തപ്പോൾ അവൾ ലഘുവായ ഒരു ഭാരം വഹിച്ചു. എന്നിട്ട് അവൾ അതും കൊണ്ട് നടന്നു. പിന്നീട് അവളുടെ ഭാരം കൂടിയപ്പോൾ അവർ രണ്ടുപേരും അവരുടെ നാഥനായ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു: നീ ഞങ്ങൾക്ക് ഒരു നല്ല സന്താനത്തെ തരുന്നതായാൽ തീർച്ചയായും ഞങ്ങൾ നന്ദിയുള്ളവരിൽപ്പെട്ടവരാകുന്നതാണ്. എന്നാൽ അള്ളാഹു അവർക്കൊരു നല്ല സന്തതിയെ നൽകിയപ്പോൾ അവരിരുവർക്കും അവൻ നൽകിയതിൽ അവർ അവന് പങ്കാളികളെ നിശ്ചയിച്ചു. പക്ഷെ അവർ പങ്കാളികളെ നിശ്ചയിക്കുന്നതിൽ നിന്ന് അള്ളാഹു മഹോന്നതനായിട്ടുള്ളവനത്രേ. ഈ വചനം ശ്രദ്ധിക്കുക. ഇത് ഒരു കാരണവശാലും ആദമിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും യോജിക്കുന്നതില്ല. കാരണം ആദം അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നബിയായിരുന്നു. ഈ സൂക്തത്തിൽ പറയുന്ന ആ ആത്മാവ് കുഞ്ഞുണ്ടായപ്പോൾ മുശ്രിക്കായി എന്നും അവൻ്റെ ഭാര്യയും മുശ്രിക്കായി എന്നും പറയുന്നു. അതുകൊണ്ട് സത്യം ഇതാണ്: ഇവിടെ നഫ്സെ വാഹിദ്, അതായത് ഏക ആത്മാവ് എന്ന് പറയുന്നത് ആദ്യാവതാരം എന്നോ ആദം നബിയെന്നോ അല്ല, മറിച്ച് ഒരു വ്യക്തിയിൽ നിന്ന് വലിയ സമൂഹങ്ങൾ ഉണ്ടാകുന്നു എന്നതിനെ മാത്രമാണ് അത് സൂചിപ്പിക്കുന്നത്. സന്താനങ്ങൾ മാതാപിതാക്കളുടെ സ്വാധീനം ഉൾക്കൊള്ളുന്നു. മാതാപിതാക്കൾ കാഫിറാണെങ്കിൽ കാഫിറാകുന്നു, മുശ്രിക്കാണെങ്കിൽ മുശ്രിക്കാകുന്നു, മുവഹിദാണെങ്കിൽ മുവഹിദാകുന്നു. അതുകൊണ്ട് വിവാഹം ചെയ്യുമ്പോൾ മനുഷ്യൻ അതീവ ശ്രദ്ധയോടെ പ്രവർത്തിക്കണം. തൻ്റെ സന്താനങ്ങളെ വളർത്തുന്നതിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. മാതാപിതാക്കളുടെ തെറ്റുകൾ മക്കളിൽ കടന്നു ചെന്ന് അവർ നാശത്തിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വആലി മുഹമ്മദ് ബാരിക് വസല്ലം.